ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അക്വേറിയം നമ്മൾ ക്ലീൻ ചെയ്ത് റീസ്റ്റോർ ചെയ്തെടുത്തിട്ട് ഫുൾ പ്ലാന്റ് ടാങ്ക് ആക്കാൻ പോകട്ടാം. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ഇത് നോക്കിയിട്ട് തന്നെ കുറേ നാളായി. ഇതൊരു തവളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു മീഡിയം സൈസുള്ള തവളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിലാകെ ഒരു സീബ്ര കൂട്ടം മാത്രം കിടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവനെ പിടിച്ച് മാറ്റിയിട്ട് ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പ്ലാന്റഡ് ആക്കിയിട്ട് കുറേ മീനുകളെ മേടിക്കട്ടെന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിലത്തെ തവളേനെ പിടിച്ച് മാറ്റാം കേട്ടോ. ഇപ്പൊ കാണില്ല കേട്ടോ, അത് അടിപ്പോയിന്ന് തോന്നുന്നു. മേലെ നിൽക്കാൻ വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പിടിക്കായിരുന്നു കേട്ടാ, കാണുന്നില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലത്തെ പ്ലാൻസ് ഒക്കെ ആദ്യം മാറ്റാം. ഗൈസ്, ഇതിലൊരു നാടൻ ഫൈറ്റർ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടാ, നമ്മ പണ്ടിട്ടിരുന്നത്. വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് മാറ്റിയിടാം. ഇനി നമുക്ക് സീബ്ര കുട്ടനെ പിടിച്ചു നോക്കാം. തവളനെ കണ്ട് ഗൈസ്. അതിനു മുമ്പായിട്ടേ നമുക്ക് മീനുകളെ പിടിച്ച് മാറ്റാം. അതെ, നമ്മുടെ നാടൻ ഫൈറ്റർ എവിടെ? എങ്ങപ്പൊച്ചുമല്ലയ്യാ. രണ്ടെണ്ണം ഉണ്ട് ഗൈസ് നാടൻ ഫൈറ്റർ. എവിടെ? കേറില്ല. ഒന്നാമത് അവരെ കാണാനും പറ്റണില്ല. സീബ്രനെ കിട്ടി. മീനുകളെ കാണുന്നില്ലല്ലോ. നാടൻ ഫൈറ്ററിനെ കിട്ടിട്ടാ. അടുത്ത ഫൈറ്ററിനെ കിട്ടി. പറന്ന് വേടുകണ് പൈപ്പിൻ്റെ അവിടെ. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ തവളേനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ബാക്കിയുള്ളത്, ഒന്നുമില്ല, കുറച്ച് ചവറ് മാത്രമാണ്. പിന്നെ നമ്മത് അതിൽ നിന്ന് പ്ലാന്റ് എടുത്ത് മാറ്റി 2-3 കല്ലുണ്ടായി, അതെടുത്ത് മാറ്റിയിട്ടാ. അപ്പം നമുക്കിനി ഇതിലത്തെ വെള്ളം ഫുള്ള് കളഞ്ഞത് ക്ലീനിങ് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അക്വേറിയത്തിലെ ഫുള്ള് വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി അടിയിൽ കുറച്ച് കല്ലും ചെളിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെരിച്ച് കളയാം. ഇതിപ്പോൾ ഇത്രയും നമ്മൾ കോരി കളഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ചെരിച്ച് കളയാം കേട്ടോ. കംപ്ലീറ്റ് ചെളിയാണ്ടാ ഗൈസ്. അടിയിലൊക്കെ സേഫാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിലത്തെ കല്ലൊക്കെ നീ റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അക്വേറിയത്തിലത്തെ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സ്ഥിരം സ്പോട്ടിലേക്ക് കൊണ്ടുവയ്ക്കാം, കഴുകണ സ്ഥലത്തേക്ക്, പൈപ്പിൻ്റെ അടി കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മ തന്നെ ഉണ്ടാക്കി അക്വേറിയം ഇട്ടത്, നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാൻ പറ്റും. സേഫായി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയപ്പോൾ നമ്മുടെ അക്വേറിയം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അക്വേറിയം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി നമ്മുടെ പ്ലേസ് മാറ്റി വെക്കാം കേട്ടോ. ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ ചാരുവായിട്ട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാം. അപ്പൊ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഇരിക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ വേണ്ട വെക്കാൻ പോണേ. നമ്മ ബേസിനായിട്ട് ഒരു ടൈലിങ് കഷ്ണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേലേക്ക് വെച്ചു കൊടുക്കാം. അമ്മമ്മേ, ഓക്കെ ഗൈസ്, സെറ്റ് ആയിന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇതിന്റെ ലോഡ് കറക്റ്റ് വന്നില്ലെങ്കിൽ അക്വേറിയം പൊട്ടും. അപ്പൊ നമ്മ വെക്കുമ്പോ മാക്സിമം ശ്രദ്ധിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഈ പ്ലേസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മ പണ്ട് ആദ്യം ഇവിടെ ഉണ്ടോ വെച്ചിരുന്നത്, നമ്മ വീണ്ടും ഇവിടേക്ക് തന്നെ മാറ്റി. അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് മണ്ണും ഈ കല്ലൊക്കെ ഇട്ടിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ അക്വേറിയൊക്കെ ഇവിടെ വെച്ച് സെറ്റായി. അപ്പൊ അടുത്തതായിട്ട് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നല്ല മണ്ണ് കഴുകി എടുത്തിട്ടുണ്ട്, മണ്ണെല്ലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം. നല്ല സൂപ്പർ മണ്ണാണ് കേട്ടോ ഗൈസ്.
അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ അക്കൂറത്തിൽ മണ്ണ് ഫുൾ ഇട്ട് കഴിഞ്ഞിട്ടാ. ഇത്രയും മണ്ണാണ് നമ്മുടെ. അപ്പൊ ഇതേ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മ അതിലേക്കായിട്ട് വെക്കണ. 2 വെറൈറ്റി പ്ലാന്റ്സ്. ഇത് 2ഉം സെയിം ആണ്, ഇത് 3ഉം സെയിം ആണ്, ഇത് 3ഉം സെയിം ആണ്. അപ്പൊ ഇത് നമുക്ക് ഇനി നമ്മുടെ അക്കൂറത്തിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതേ ഗൈസ് നമ്മുടെ വെറ്റക്കൂട്ടനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ശരിക്കും ഇവിടെയാണ് ഇരിക്കാറ്. നമ്മളിപ്പോ ഇങ്ങോട്ട് പണി ചെയ്യണ കാരണം മാറ്റി വെച്ചാണ്. ആള് സൂപ്പറാണ് കേട്ടോ, നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ് ഉള്ളില് വലുത് തന്നെ നമുക്ക് ആദ്യം വെച്ചു കൊടുക്കാം കേട്ടോ, സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ അക്കൂറത്തിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കലവും കൂടെ ഇറക്കി വെച്ചിട്ട് അതിൽ ചെടി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ പ്ലാന്റ് ഒക്കെ നട്ട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ വെള്ളം കലങ്ങരുത്, കാരണം ഇതിൽ നമ്മ മണ്ണാണല്ലോ ഇട്ടേക്കണേ. അപ്പൊ നമുക്കതിന് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് ശ്രമിച്ചു നോക്കാം. അപ്പൊ അതേ ഗൈസ് ഇതിപ്പോ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ട് അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇത് വെള്ളം ഒഴിക്കാനായിട്ട് ടബിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ നമ്മ വെച്ചു കൊടുക്കാൻ പോണത്. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. കിതക്കാണ് കഴിച്ചേ, എല്ലാം അടിപൊളിയുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വലിയ കുഴപ്പമൊന്നും ഇല്ല കൈസ്, ചെറുതായിട്ട് കലങ്ങുണ്ട്. അതെന്തായാലും കലങ്ങും, കുഴപ്പമില്ല. ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ റെഡി ആയിക്കോളും. അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ടാങ്കിൽ ഫുൾ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് കേട്ടാ. ഇതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ. എന്തായാലും ഞാൻ വിചാരിച്ചതിലും കലങ്ങല് കുറവാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, കുറച്ചേരം കഴിയുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആവണായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ കുറച്ചേരം കഴിഞ്ഞിട്ടുള്ള വീഡിയോയും ക്ലിപ്പ് നമ്മൾ കാണിക്കണായിരിക്കും. അപ്പൊ ഇതേ ഗൈസ് ഇതാണ് ഇതിന്റെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ ശരിക്കും ഭംഗി അറിയണമെങ്കിൽ ഇത് വെള്ളം കൂടെ ഒന്ന് ക്ലിയർ ആവണം കേട്ടോ. അപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് പ്ലാന്റും കാര്യങ്ങളൊക്കെ നട്ട് സെറ്റായി നല്ല ഭംഗിയായിട്ടാ. അപ്പൊ നമുക്ക് തൽക്കാലം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന മീങ്ങളത്തിന് നട്ട് വെക്കല്ലോ ഗൈസ്. കുറച്ചേരം കഴിഞ്ഞിട്ട് പോയി നമുക്ക് മീങ്ങളെ മേടിക്കാം, കാരണം ഇപ്പൊ നല്ല വെയിലാണ്. ഉച്ച 2 മണിയാണ് ഇപ്പൊ. നമുക്ക് തൽക്കാലം ആ ഉള്ള മീങ്ങളെ തന്നെ ഇട്ട് ഒന്ന് നോക്കാം. അപ്പൊ ഗൈസ് ഇതേ നമ്മ മീങ്ങളെ കളക്ട് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അമ്പോ ഗൈസ് സൂപ്പർ. നാടൻ മീങ്ങൾ ഉഷാറായിട്ടാ, മണ്ണും ചെടിയൊക്കെ കിട്ടിയപ്പോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ബെറ്റ കൂട്ടിനെ നമ്മ ഈ അക്വേറിയത്തിലേക്ക് ഇട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആവണതായിരിക്കും. അപ്പോൾ നമ്മൾ മീങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ ഗൈസ്. ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ഇവിടുത്തെ കട തുറക്കൂല. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ പോയി മീങ്ങളെ മേടിച്ചിട്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടണമായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ അടുത്തടുത്ത ഷോർട്സിലും വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ പറയണമായിരിക്കും. അപ്പോൾ ഓക്കെ ബൈ.